ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു അവർ EVS ക്ലാസ്. എല്ലാവരും ഇന്നത്തെ EVS ക്ലാസ് കണ്ടോ? ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, ഉടുക്കാനും ഉറങ്ങാനും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്. EVSൻ്റെ തന്നെ പാഠങ്ങൾ തീരുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ പാഠഭാഗത്ത് ടീച്ചർ വസ്ത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പലതരത്തിലുള്ള വസ്ത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ചിത്രത്തിൽ കാണുന്നത് സിൻഡ്രല്ലയാണ് അല്ലേ? എല്ലാവർക്കും സിൻഡ്രല്ലയുടെ കഥ അറിയാമോ? സിൻഡ്രല്ലയുടെ മനോഹരമായ ഉടുപ്പിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ ഇന്ന് ക്ലാസ് തുടങ്ങിയല്ലേ. പക്ഷികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ഒക്കെയുള്ള മനോഹരമായ വസ്ത്രങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു. നോക്കൂ മക്കളെ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള വേഷവിധാനങ്ങളാണ്. ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ തനത് വേഷവിധാനങ്ങളുണ്ട്. കേരളത്തിലാണെങ്കിൽ നേരിയത് മുണ്ടും കസവ് മുണ്ടും ഒക്കെയാണ് വേഷം. എന്നാൽ ഹിമാചൽ പ്രദേശിൻ്റെതും തമിഴ്നാട്, ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേക വേഷവിധാനങ്ങൾ നോക്കൂ. എല്ലാം പരസ്പരം വളരെ വ്യത്യാസമുള്ളതും ഭംഗിയുള്ളതുമാണല്ലേ. നോക്കൂ മക്കളെ, പലതരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. അവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നോക്കൂ, ആദ്യം കാണുന്ന മൃഗം ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? ചെമ്മരിയാട്, അതായത് ഷീപ്പ്. വുളൻ ക്ലോത്ത്സ് ആർ മെയ്ഡ് ഫ്രം ദ ഫർ ഓഫ് ഷീപ്പ്. ചെമ്മരിയാട് ഷീപ്പിൻ്റെ ഫർ എന്ന് പറയുന്ന രോമത്തിൽ നിന്നാണ് വുളൻ ക്ലോത്ത്സ്, കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കമ്പിളി രോമങ്ങൾ കൊണ്ടാണ് കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. നോക്കൂ മക്കളെ, അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് പരുത്തിച്ചെടിയാണ്. കോട്ടൺ പ്ലാന്റ്സ്. കോട്ടൺ ക്ലോത്ത്സ് ആർ മെയ്ഡ് ഫ്രം ദ ഫൈബർ ഓഫ് കോട്ടൺ പ്ലാന്റ്സ്. അതായത് കോട്ടൺ ക്ലോത്ത്സ് എന്ന് പറയുന്നത് പരുത്തി വസ്ത്രങ്ങൾ. ഇതുണ്ടാക്കുന്നത് പരുത്തിച്ചെടിയിലെ ഈ പഞ്ഞിയിൽ നിന്നുമാണ്. നമ്മുടെ കോട്ടൺ, അതായത് കോട്ടൺ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് കോട്ടൺ പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, പരുത്തി വസ്ത്രങ്ങൾ. അടുത്തത് നോക്കൂ മക്കളെ, യു മേ ഹാവ് സീൻ സിൽക്ക് ഗാർമെൻറ്റ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിൽക്ക് ഗാർമെൻറ്റ്സ്. സിൽക്ക് എന്താണ്? പട്ട് വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദ സിൽക്ക് ഈസ് എ കൈൻഡ് ഓഫ് worm that grows on mulberry plants. Silk fibers is made from its cocoon. Silk garments are made out of silk fiber. നോക്കൂ മക്കളെ, ദ സിൽക്ക് worm ഈസ് എ കൈൻഡ് ഓഫ് worm. സിൽക്ക് വേം എന്ന് പറയുന്നത്, പട്ടുനൂൽ പുഴു എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വേമാണ്, പുഴുവാണ്. പട്ടുനൂൽ പുഴു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിത്രത്തിൽ തന്നെ ഇരിക്കുന്ന ചെടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ മൽബറി ചെടിയുടെ ഇലകളുടെ ഇടയിൽ ആ വെള്ള നിറത്തിലുള്ള പട്ടുനൂൽ പുഴുവിനെ നിങ്ങൾക്ക് കാണാം. ഈ മൽബറി ചെടിയുടെ ഇലകൾ ഭക്ഷിച്ചാണ് ഇവ വളരുന്നത്. സിൽക്ക് ഫൈബർ ഈസ് മെയ്ഡ് ഫ്രം ഇറ്റ്സ് കൊക്കൂൺ. ഇത് സിൽക്ക് ഫൈബർ, അതായത് പട്ടുനൂലുകൾ ഉണ്ടാക്കുന്നത്, ഫൈബർ നൂല്, ഈ പട്ടുനൂലുകൾ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് കൊക്കൂൺ, ഇതുണ്ടാക്കുന്ന കൂടിൽ നിന്നാണ് ഈ ഫൈബർ ഉണ്ടാക്കുന്നത്. അതായത് പട്ടുനൂൽ പുഴു വളർന്ന് ഈ ഇലകളെല്ലാം ഭക്ഷിച്ച ശേഷം ഇതൊരു കൊക്കൂൺ രൂപത്തിലേക്ക് വരും. കൊക്കൂണിൻ്റെ പടമാണ് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മക്കളെ. ഒരു കൂടുണ്ടാക്കും, അതിനെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. ഈ കൊക്കൂണിൽ നിന്നുമാണ് സിൽക്ക് ഫൈബറിനെ വേർതിരിച്ചെടുക്കുന്നത്. സിൽക്ക് ഗാർമെൻറ്റ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് സിൽക്ക് ഫൈബർ. അതായത് പട്ടുനൂൽ ഉപയോഗിച്ചാണ്, അതായത് ഈ കൊക്കൂണിൽ നിന്നുള്ള പട്ടുനൂൽ ഉപയോഗിച്ചാണ് പട്ട് വസ്ത്രങ്ങൾ, അതായത് സിൽക്ക് ഗാർമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. നോക്കൂ മക്കളെ, നമുക്കറിയാം കമ്പിളി വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്, വുളൻ ക്ലോത്ത്സ് നമ്മൾ ഉപയോഗിക്കുന്നത് തണുപ്പ് കാലത്താണല്ലേ. അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നത് ചൂട് കാലത്തുമാണ്. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് പരുത്തി വസ്ത്രങ്ങൾ, കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കാം. ഇനി ഫങ്ഷൻ സമയത്തൊക്കെ, അതായത് എന്തെങ്കിലും സെലിബ്രേഷൻ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? പട്ട് വസ്ത്രങ്ങൾ, അതായത് സിൽക്ക് ഗാർമെൻറ്റ്സ് ആണ് നാം ഉപയോഗിക്കുന്നത് അല്ലേ. അടുത്തൊരു വർക്ക് നോക്കൂ. വസ്ത്രങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കാം, കൊളാഷുകൾ നിർമ്മിക്കാം. അതായത് പല പല വസ്ത്രങ്ങളുടെ, പല നിറത്തിലുള്ള വസ്ത്രങ്ങളുടെ ഉപയോഗമില്ലാത്ത വസ്ത്രങ്ങളാണ് കേട്ടോ. അത് വെട്ടിയെടുത്ത് നമുക്ക് പൂക്കളും ചെടികളും സീനറികളും ഒക്കെ നിർമ്മിക്കാം. അതുപോലുണ്ടാക്കിയ സീനറികളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതുപോലെ നിങ്ങൾക്കും കൊളാഷുകൾ ഉണ്ടാക്കാം കേട്ടോ. ചിത്രം നോക്കൂ മക്കളെ. ഈഗ്ലൂവിൻ്റെ പടമാണ് ആദ്യം കൊടുത്തിരിക്കുന്നതല്ലേ. അവിടെ താമസിക്കുന്ന ആരാണ്? എസ്കിമോകൾ. അവരുടെ വേഷം കണ്ടോ?
അവർ കമ്പിളി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഓരോ സ്ഥലത്തും ഓരോ സമയത്തും നമ്മൾ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞ് ധരിക്കുന്ന വസ്ത്രം യൂണിഫോമാണല്ലേ, നമുക്കറിയാം. നോക്കൂ, സ്പേസിൽ, അതായത് ബഹിരാകാശത്ത് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം മറ്റൊരു രീതിയിലുള്ളതാണ്. അത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിനടിയിലേക്ക് സഞ്ചരിക്കണമെങ്കിലും നമുക്ക് പ്രത്യേക തരത്തിലുള്ള വസ്ത്രം തന്നെയാണ്. പുറകുവശത്ത് ഓക്സിജൻ സിലിണ്ടറും മാസ്കും ഒക്കെ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള വസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബഹിരാകാശത്തും അങ്ങനെയാണ് അല്ലേ. പുറകുവശത്ത് ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ശ്വസിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ആ വസ്ത്രത്തിൽ തന്നെ കാണും. അപ്പോൾ വസ്ത്രങ്ങൾ പല രീതിയിലുണ്ട്, പല തരത്തിലുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നാം വസ്ത്രം ധരിക്കുന്നത് മക്കളെ? വസ്ത്രങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് us ഫ്രം ദ കോൾഡ് ആൻഡ് സൺലൈറ്റ്. വസ്ത്രങ്ങൾ കോൾഡിൽ നിന്നും, തണുപ്പിൽ നിന്നും, സൺലൈറ്റ് സൂര്യപ്രകാശത്തിൽ നിന്നും, അതായത് വെയിലിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് ദ ബോഡി ഫ്രം ദ അറ്റാക്ക് ഓഫ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് എന്താണ്? പ്രാണികളല്ലേ. അറ്റാക്ക്, ആക്രമണം. അതായത് പ്രാണികളുടെ ആക്രമണങ്ങളിൽ നിന്നും വസ്ത്രം ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ബിസൈഡ്സ് മീൻസ് കൂടാതെ. ബിസൈഡ്സ് ക്ലോത്ത്സ് കവർ അവർ ബോഡി പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം ഡസ്റ്റ് ആൻഡ് ഡർട്ട്. ബിസൈഡ്സ് എന്ന് വെച്ചാൽ കൂടാതെ, ക്ലോത്ത്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു, പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. അവർ ബോഡി, നമ്മുടെ ബോഡിയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഫ്രം ഡസ്റ്റ് ആൻഡ് ഡർട്ട്. ഡസ്റ്റ് പൊടി, ഡർട്ട് അഴുക്ക്. പൊടിയും അഴുക്കും ഒന്നും പറ്റാതെ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നതിനും വസ്ത്രം തന്നെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് വസ്ത്രത്തിൻ്റെ ഉപയോഗങ്ങൾ. നോക്കൂ മക്കളെ, പരമ്പരാഗതമായ വസ്ത്രം നെയ്യുന്നതിന് നമ്മൾ തറി ഉപയോഗിക്കുന്നു. തറി ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രനിർമ്മാണം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ചർക്ക, നൂല് നൂൽക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ചർക്ക. നോക്കൂ മക്കളെ, ഇതാണ് തറി. ഈ തറി ഉപയോഗിച്ചാണ് പരമ്പരാഗതമായിട്ട് വസ്ത്രം നെയ്യുന്നത്. പണ്ടുകാലത്ത് കുടിൽ വ്യവസായം പോലെ എല്ലാ വീടുകളിലും തറി ഉപയോഗിച്ചിരുന്നു. നോക്കൂ മക്കളെ, പണ്ട് കാലത്ത് വസ്ത്രങ്ങൾ തുന്നാതെയാണ് ഉപയോഗിച്ചിരുന്നത്. നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ തുന്നാതെ ഉപയോഗിക്കുമായിരുന്നു പണ്ട് കാലത്ത്. ഇല, പൂവ്, മരക്കറ എന്നിവ ഉപയോഗിച്ചാണ് വസ്ത്രങ്ങൾക്ക് നിറം കൊടുത്തിരുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ചർക്കയിൽ സ്വയം നൂൽ നൂൽക്കുകയും ആ നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ചർക്ക ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്ന ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വസ്ത്രത്തിനെ പറ്റിയും അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായി മനസ്സിലായല്ലോ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു.